നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 3-ാം വാരത്തിലെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ആഴ്ച എന്ന് 12 രാശികളിലെ ഫലം, രാശിക്കൂറുകളുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് മേട രാശി നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽപാദം ചേർന്നതാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് പറയുന്നത്. ആദ്യവാരം തുടങ്ങിയ പല കാര്യങ്ങളുടെയും ഒരു തുടർച്ച എന്ന രീതിയിലുള്ള കുറച്ച് കഷ്ടനഷ്ടങ്ങളും അല്ലെങ്കിൽ ഒരു സങ്കടകരമായ കുറച്ച് കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര, കാർത്തികയുടെ ആദ്യപാദത്തിലുള്ള നക്ഷത്രക്കാർക്ക്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഒരു മോശപ്പെട്ട കാലമല്ല. പക്ഷേ പലതരത്തിലുള്ള മനക്ലേശങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാലം. മാസത്തിൻ്റെ ആദ്യ വാരത്തിലെടുത്ത കുറച്ച് തീരുമാനങ്ങളുടെ ഫലം ഈ വാരത്തിൽ എഫക്റ്റ് ആകും, ഗുണമായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു നേട്ടം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ആദ്യം സംസാരിച്ച പല അവസരങ്ങളും ഈ ആഴ്ചയിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബെനിഫിറ്റായിട്ട് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ചും ഭരണി നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ഒരു ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കൊരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് കയറി ഇറങ്ങിയിരിക്കും. ഒരു രാവിലത്തെ അവസ്ഥയായിരിക്കില്ല വൈകുന്നേരം. അപ്പോൾ ആ മനസ്സിന് ശാന്തി കിട്ടാനുള്ള കാര്യങ്ങൾ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ മനസ്സിന് സ്ഥിരതയില്ലാത്തതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളിലും അവർക്ക് കുറേ അബദ്ധങ്ങൾ പറ്റുകയും ആ അബദ്ധങ്ങൾ പിന്നീട് ദോഷത്തിലേക്ക് വരുന്ന ഒരു കാലവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ ഈ ആഴ്ചയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഗുണകരമായിട്ടാണ് നമ്മൾ പറയുന്നത്. കാർത്തികയുടെ ആദ്യപാദമാണ്. ആദ്യപാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ, ലാഭങ്ങളായിട്ടും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടും കുറച്ച് മെച്ചങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തുറക്കും. പക്ഷേ എന്നിരുന്നാലും അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ അബദ്ധമായിരിക്കാനും വഴിയുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് തീരുമാനമെടുത്താലും അത് ചെയ്യാൻ പാടൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ശുഭകരമായിരിക്കുകയില്ല. അപ്പം മേടരാശിക്കാർ പൊതുവെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലം കൂടിയാണ് ഈ ആഴ്ച. അശ്വതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ഈ ആഴ്ച തുറന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേരൻസ് ആയിട്ട് ചെറിയ വാക്കുവ്യത്യാസങ്ങൾ ഉണ്ടാവുക, കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും പൊതുവെ മേടരാശിക്കാർക്ക് വളരെയധികം ഒരു ഗുണം നമ്മൾ പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് അവരവരുടെ മനസ്സിന് ശാന്തി കിട്ടാനുള്ള ജപങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇടവക്കൂറ് കാർത്തിക 3/4 പാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സുഖകരമായിരിക്കില്ല. പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ തുടർച്ചയായിട്ടാണ് ഈ ആഴ്ച പറയുന്നത്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീജനങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അവർക്ക് സുഹൃത്തുക്കളുമായിട്ടും ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടും വഴക്കുണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതാണ്. അവർക്ക് ഇഷ്ടക്കേട് വരിക, അല്ലെങ്കിൽ അവരെ പലതരത്തിൽ മാനസികമായിട്ട് ചുറ്റുമുള്ള ആൾക്കാർ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു കാലം, ഒരാഴ്ച കൂടിയാണ് ഇത്. അതിൽ അവർ വളരെയധികം ശ്രദ്ധിച്ച് താൻ പറയുന്ന ഓരോ വാക്കും സൂക്ഷിക്കേണ്ടതാണ്. കാർത്തികയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് രോഗപീഠ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ നല്ലപോലെ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന ചികിത്സകൾ നടത്തിപ്പോയാൽ അതിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. പക്ഷേ മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് അവരുടെ സ്വഭാവം ഭയങ്കര അഗ്രസീവായിട്ട് വരികയും അതുമൂലം അവരെടുക്കുന്ന പല തീരുമാനങ്ങൾ അവർക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ പറയുന്നുണ്ട് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ ബിസിനസ്സുകാരായ ആൾക്കാർക്ക് കുറച്ച് സാമ്പത്തികപരമായ നേട്ടം ഉണ്ടാകുമെങ്കിലും അവർക്ക് കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ബിസിനസ്സിലേക്ക് പോവുകയും കുടുംബത്തിലേക്ക് ശ്രദ്ധ വരാതെ വരികയും അപ്പോൾ കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ
വഴക്കുണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അവരെ ആൾക്കാർ പറ്റിച്ച് സമ്പത്ത് കൊണ്ടുപോകാനൊരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും അവർ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അവർക്ക് മക്കളുമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് പറയാം. ഈ ആഴ്ചയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും പേരൻസിനോട് മക്കൾക്കും വളരെയധികം മോശമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു കാലം കൂടെ ആണ്. വിദ്യാർത്ഥികൾക്ക് മോശപ്പെട്ട ഒരു കാലമല്ല. അവർക്ക് അവരുടെ സാധാരണയുള്ള വിദ്യാഭ്യാസ രീതികളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. ഇടവരാശിക്കാർ. മിഥുനക്കൂറ്. മകീരം അരപ്പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്ന ആണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യ വാരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഗുണമുണ്ടാകുമെങ്കിലും അവസാനം അത് ദോഷത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും തെറ്റായി വരികയും അതുമൂലം ആഴ്ചയുടെ അവസാനം തന്നെ അവർക്ക് അതിൻ്റെ ഒരു തിക്താനുഭവം ഒരു മോശപ്പെട്ട രീതിയിൽ ഉണ്ടാകുന്നത് ചെയ്യുന്നുണ്ട്. അതിലൂടെ മാനഹാനി വരിക അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളിൽ പോവുക എന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ നാക്ക് നമ്മളെ പറ്റിക്കാനൊരു സാധ്യത ഉള്ളതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധായോ നടക്കാവുന്നതാണ്. മിഥുനരാശിയിലുള്ള യുവജനങ്ങൾ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കുറച്ച് നേട്ടങ്ങളും അതേപോലെ തന്നെ കുറച്ച് ദുഃഖങ്ങളും പറയുന്നുണ്ട്. അവരും ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് പറയേണ്ടത്. മിഥുനരാശിയിലെ അടുത്ത ഒരു മധ്യവയസ്കരായ ആൾക്കാർക്ക് വീണ്ടും പറയേണ്ടത് ജനറൽ ഹെൽത്തിലുള്ള ഒരു ഉയർച്ച താഴ്ചയാണ്. അതായത് ജനറലായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരികയും ആ അസ്വസ്ഥതകൾ മറ്റൊരു രീതിയിലേക്ക് മാറാനൊരു സാധ്യത കൂടെ ഉണ്ടാകാനുള്ളൊരു ഇത് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ വളരെയധികം മിഥുനരാശിക്കാർ ശ്രദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് പുണർദം നക്ഷത്രത്തിലുള്ള ആൾക്കാർ അവർക്ക് അതിൽ പ്രായമായ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം രക്തസംബന്ധമായ രോഗങ്ങൾ വരാനൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കേണ്ടതാണ്. കർക്കിടക്കൂറ്. പുണർദം അവസാന കാൽപാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ കാലം മോശപ്പെട്ട സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ചില തീരുമാനങ്ങളും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്ന രീതിയിൽ ഈ ആഴ്ചയിൽ മോശപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പോകണം. പ്രത്യേകിച്ച് ആയില്യ നക്ഷത്രത്തിലുള്ള ആൾക്കാർ സുഹൃത്തുക്കളുമായുള്ള കലഹമാണ് നമ്മൾ അവിടെ എടുത്തു പറയേണ്ടത്. നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ കളിയാക്കുകയോ ചെയ്യുകയും അതുമൂലം ഉണ്ടാകാവുന്ന കലഹങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. കുടുംബത്തിനകത്ത് തന്നെ ഭാര്യമാരായിട്ടുള്ള ആൾക്കാർ ഭർത്താക്കന്മാരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരെ മുറിക്കാവുന്ന രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാവുകയും വലിയ വാഗ്വാദങ്ങൾ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലുള്ള ആയില്യ നക്ഷത്രത്തിലുള്ള സ്ത്രീജനങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കർക്കിടക രാശിയിലെ കുട്ടികൾക്ക് അവർക്കും നല്ലൊരു കാലമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു മോശപ്പെട്ട അവസ്ഥയല്ല. അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുകയും അവർക്ക് നല്ലൊരു അനുകൂല കാലമായിട്ട് വേണം നമ്മളത് പറയാനായിട്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള അല്ലലുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും കർക്കിടക രാശിയിലുള്ള എല്ലാ നക്ഷത്ര ജാതകരും വളരെയധികം ശ്രദ്ധിച്ച് തൻ്റെ മനസ്സിന് ശാന്തി വരുത്തി ഒരു വാക്ക് മറ്റൊരാളോട് പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം പറയാനും, അതുപോലെ ഒരു തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം തീരുമാനമെടുക്കാനും ചെയ്യേണ്ടതാണ്. ഇതിനായി യഥാശക്തി ഈശ്വരവചനത്തോടെയും മനസ്സിന് ശാന്തി കിട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ മനസ്സിനെ ശാന്തിയാക്കി വരുത്തേണ്ടതാണ്. ചിങ്ങരാശി. ചിങ്ങക്കൂർ. മകം പൂരം ഉത്രത്തിൻ്റെ കാൽപാദവും ചേർന്നാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ കാലം മോശപ്പെട്ട ഒരു കാലമല്ല. കാരണം അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകാനുള്ള പല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു
സമയം കൂടിയാണ്. അത് അവരുടെ ജീവിതത്തിലെ ശരിക്കും ഒരു ഡീവിയേഷൻ തന്നെ ആയി വരാം ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉത്ര നക്ഷത്രത്തിൽപ്പെട്ട ഉത്രത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാലമായിട്ടാണ്, ഒരാഴ്ചയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അവർക്ക് വിദേശത്ത് പോകാനുള്ള ആൾക്കാർക്ക് വിദേശയാത്ര സംഭവിക്കുകയും അല്ലെങ്കിൽ അവിടെ നല്ല ജോലി കിട്ടുകയും അതുമൂലം നല്ല ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും അവരുടെ ജീവിത നിലവാരം കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് വരുന്നൊരു കാലം കൂടിയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ മകം നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വരികയും ചിലപ്പോൾ വിവാഹം തന്നെ നടക്കുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന ഒരവസ്ഥയും അതിലൂടെ അവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച കുട്ടികൾക്ക് നല്ല കാലമാണ്. കുട്ടികൾക്ക് മോശപ്പെട്ട ഒരു അവസ്ഥയല്ല. അവരൊക്കെ വിദ്യാഭ്യാസത്തിനായാലും അവരുടെ ആരോഗ്യസ്ഥിതിയിലായാലും എല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ ഇത് തന്നെ തുടർന്ന് വരുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ പിന്നെയും മുതിർന്ന ആൾക്കാരാണ്. മുതിർന്ന ആൾക്കാർക്ക് രോഗപീഠ അല്ലെങ്കിൽ അവർക്ക് ശാരീരിക മനക്ലേശ അസ്വസ്ഥതകൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെ ഉണ്ട്. അതിനവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിരാശി. ഉത്രം മുക്കാപാദവും അത്തവും ചിത്രയുടെ അരപാദവും ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച സുഖ ദുഃഖ ബലമായിട്ടാണ് പറയുന്നത്. പ്രശ്നങ്ങളായിട്ട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് സുഖമുണ്ടാകത്തില്ല. പലതരത്തിലുള്ള മനക്ലേശങ്ങൾ വരിക, അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം വിഘ്നം വരിക, തടസ്സങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പഴി കേൾക്കേണ്ടി വരിക, താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മോശമായിട്ട് തനിക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥ. നമ്മൾ നല്ല രീതിയിൽ സഹായിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെ ചെയ്തത് തനിക്ക് തന്നെ ഒരു പഴിയായി വരുന്ന, അപമാനമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും ചെയ്യേണ്ടതാണ് കന്നിരാശിക്കാർ ഈ ആഴ്ച. അതിൽ അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതലും പഴി കേൾക്കാനുള്ള യോഗം, അപമാനവും ഉണ്ടാകാനുള്ള സാധ്യത വരിക. അതിൽ മധ്യവയസ്കരായ സ്ത്രീജനങ്ങൾ സൂക്ഷിക്കണം. അവർക്ക് ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കന്നിരാശിയിൽപ്പെട്ട വസ്തു സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് വസ്തു കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ വസ്തു ക്രയവിക്രയത്തിലൂടെയോ നഷ്ടം സംഭവിക്കാനൊരു സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാകാനൊരു സാധ്യത നമ്മളുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ് കന്നിരാശിക്കാർ ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പൊതുവെ അവർക്ക് ഒരു ഫലം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ്. തുലാക്കൂറ്. ചിത്രയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് തുലാക്കൂറ്. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ബലമായിട്ടാണ് പറയുന്നത്. അവർക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്ന ഒരു ആഴ്ചയായിട്ടാണ് പറയേണ്ടത്. അതിൽ ചോതി നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും ലാഭം അല്ലെങ്കിൽ നേട്ടം പറയേണ്ടത്. പുതിയ മംഗളയോഗങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാഹചര്യം കുടുംബത്തുണ്ടാവുക, പുതിയ കുട്ടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടിക്കുള്ള ആ ഒരുക്കങ്ങൾ ഭംഗിയായി വരിക, മംഗളം വിവാഹം പോലുള്ള കാര്യങ്ങൾ നടക്കുക, വീട് വാങ്ങിക്കാൻ പറ്റുക, വസ്തു മേടിക്കാൻ പറ്റുക, വാഹനം മേടിക്കാൻ പറ്റുക, അങ്ങനെയുള്ള നമ്മുടെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സുഖം കിട്ടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആഴ്ചയായിട്ടാണ് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച പറയേണ്ടത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് സാമ്പത്തികമായി കുറച്ച് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെ മുന്നിലുണ്ട്. അത് സൂക്ഷിച്ച് വളരെയധികം കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കുടുംബജീവിതത്തിലുള്ള ആൾക്കാർക്കും സന്തോഷകരമായ ഒരാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചകളിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ആഴ്ച ഉണ്ടാകാവുന്നതാണ്. അവരത് വളരെയധികം ശ്രദ്ധയോടെ മാനേജ് ചെയ്ത് നമ്മുടെ മനസ്സിന് ശാന്തി വരുത്തി പോകേണ്ടതാണ്. തുലാരാശിക്കാർ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് അവർ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴാണ്. താൻ കൊടുക്കുന്ന വാക്ക് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന തനിക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥയാകും. അതായത് തൻ്റെ തീരുമാനം ചില സമയത്ത് തെറ്റാവുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം.
എല്ലാ നക്ഷത്ര ജാതകരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ തൻ്റെ മനസ്സിന് ശക്തി വരുത്താനായിട്ട് ഇവരും കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് തുലാരാശി. വൃശ്ചികക്കൂറ് വൈശാഖത്തിൻ്റെ അവസാന കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയേണ്ടത്. ആഴ്ചയുടെ ആദ്യവാരം ഉണ്ടാകാവുന്ന ഗുണങ്ങൾ അവസാനത്തെ ദോഷത്തിൽ വരാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പക്ഷേ അനിഴ നക്ഷത്രക്കാർക്കും വിശാഖത്തിൻ്റെ അവസാനക്കാർക്കും ആദ്യം മോശമായിരിക്കുകയും അവസാനം നല്ലതിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും അതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനും പഠിച്ച വിദ്യ കൊണ്ട് തനിക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാലം കൂടെ വരാനൊരു സാധ്യത അവിടെ നമുക്കുണ്ട്. അതുകൊണ്ട് അവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിനിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വൃശ്ചിക രാശിയിലുള്ള ദമ്പതികൾ സൂക്ഷിക്കുക. അവിടെ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. കലഹം എന്ന് പറയാൻ പറ്റില്ല, സംശയം എന്നാണ് പറയേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയാവസ്ഥ അവിടെ ഉണ്ടാവുകയും അതിൽ നിന്നും നമുക്ക് കരകയറി പോകാൻ പറ്റാതെ വരുന്നതുമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് അനീഴത്തിലുള്ള ആൾക്കാർ വിദ്യ പ്രോപ്പറായിട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരിക. താൻ ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പഠിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഞാനത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയും അതിൽ കുറച്ച് നാൾ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തെറ്റായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് വേണം വൃശ്ചിക രാശിക്കാർ ഈ ആഴ്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയുന്നത്. ഗുണമുണ്ടെങ്കിലും ദോഷം കുറവായിരിക്കും. പക്ഷേ അതിൽ നിന്നും വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം താൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും മറ്റൊരാളെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. തനിക്ക് കിട്ടേണ്ട പല സൗഭാഗ്യങ്ങളും ഷെയർ ചെയ്ത് പോവുക എന്ന് പറഞ്ഞ ഒരു കാലം സാഹചര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് തൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സുഖം ദോഷം മിശ്രിതമായിട്ടാണ് നമ്മൾ പറയുന്നത്. ദോഷം കുറവാണെങ്കിലും സുഖം കൂടുതലല്ല. അപ്പം നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളത് താൻ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഈ നക്ഷത്ര ജാതകർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള നക്ഷത്ര ജാതകർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അവർക്ക് തന്നെ വിനയായി വരുന്ന ഒരു കാലമാണ്, ഒരാഴ്ചയായിട്ടാണ് നമ്മൾ പറയാനായിട്ട്. അതുകൊണ്ട് താൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെയധികം ശ്രദ്ധയോടെ കൂടി പോകേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പൂരാട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. തൻ്റെ വാക്ക് തനിക്ക് ദോഷമായിട്ട് വരുന്ന ഒരു കാലമായിട്ടാണ് വേണം നമ്മൾ പറയാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മൂലം നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികൾ സൂക്ഷിക്കണം. അവർക്ക് കളിക്കിടയ്ക്കോ അല്ലെങ്കിൽ ഓടുമ്പോഴോ നടക്കുമ്പോഴോ വീഴാനുള്ള സാധ്യതയും അതുമൂലം മുറിവുണ്ടാവുക അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യങ്ങൾ വരാനൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ സൂക്ഷിക്കേണ്ടതാണ്. മുറിവ് ഒടിവ് ചതവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുട്ടികൾക്കാണ് പറയുന്നത്. വേറെ ആർക്കും വേറെ പ്രശ്നങ്ങളില്ല. ഉത്രാടത്തിൽപ്പെട്ട ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടാകുന്ന ചില തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റ് തൻ്റെ മനസ്സ് ഭ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി വരാനൊരു സാധ്യത അവിടെ പറയുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ തൃപ്തികരമാണ്. അതിൽ രോഗമുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. അവരുടെ രോഗം കൂടാതെയോ അല്ലെങ്കിൽ മറ്റു ഇതിലേക്ക് മാറിപ്പോകാതെയോ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിച്ച് വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ് ധനുരാശിക്കാർ ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാലും ധനുരാശിക്കാർ വളരെയധികം മനസ്സിന് ശാന്തിയോടെ ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനും മനസ്സിന് ശാന്തി ലഭിക്കാനും സാധിക്കുന്നതാണ്. മകരക്കൂറ് ഉത്രാടം മുക്കാപാദവും തിരുവോണം അവിട്ടത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച
മോശപ്പെട്ട അവസ്ഥയല്ല പറയുന്നത്, കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. പ്രത്യേകിച്ച് അവിട്ട നക്ഷത്രക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും വളരെയധികം അവർ നേരത്തെ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ ഒരു നേട്ടമുണ്ടാവുകയും ഒരു മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് മംഗളകാര്യങ്ങളായ കാര്യങ്ങളുണ്ടാവും. തിരുവോണ നക്ഷത്രത്തിലുള്ള മധ്യവയസ്സിലുള്ള ആൾക്കാർക്ക് വിവാഹയോഗം പറയുന്നുണ്ട്. വളരെയധികം നാളായിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള യോഗം വരിക, അതിലൂടെ പുതിയ ബന്ധങ്ങളുണ്ടാവുക, അതിൽ സന്തോഷവും മറ്റൊരു രീതിയിലുള്ള ജീവിത രീതി ഉണ്ടാവാനും സാധിക്കുന്നതാണ്. അതിൽ അവർ അധികം ആഹ്ലാദിക്കാതെ ആനന്ദിക്കാതെ അല്ലെങ്കിൽ തന്നെ മതിമറന്നു പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മകരരാശിക്കാർ ഈ ആഴ്ച. മകരരാശിയിലുള്ള മുതിർന്ന ആൾക്കാർ, പ്രായം ആയ ആൾക്കാർ അവരുടെ രോഗത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും വളരെയധികം ശ്രദ്ധിക്കണം. രോഗം വരാനും രോഗപീഠ അലട്ടാനുള്ള ഒരു സാധ്യത അവിടെ ഈ ആഴ്ച ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അതിന് മൂലം ശ്രദ്ധിച്ച് അതിൽ പോകണം. അതോടൊപ്പം തന്നെ കുട്ടികളുമായി കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാക്കാനൊരു സാധ്യത, വാഗ്വാദങ്ങൾ എന്നാണ് പറയേണ്ടത്. അങ്ങനെ മനസ്സിനൊരു സുഖം പോകാനൊരു സാധ്യതയും അവിടെയുണ്ട്. അതുകൊണ്ട് മകരരാശിക്കാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മനക്ലേശങ്ങൾ വരാനൊരു സാധ്യത നമ്മൾ പറയുന്നുണ്ട്. കുംഭക്കൂറും അവിട്ടത്തിൻ്റെ അരപ്പാദവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ പാദവും ചേർന്നതാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ശുഭാശുഭ ഫലങ്ങളായിട്ടാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള ഗുണങ്ങളുണ്ടാവും എങ്കിലും അതിന് ഒരു പൂർണ്ണത വരുത്താതിരിക്കുകയും അവർ മനസ്സിലാഗ്രഹിച്ച പല കാര്യങ്ങൾ നടക്കാതെ പോവുകയും ചെയ്യുന്ന ഒരാഴ്ച കൂടിയാണിത്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് വിവാഹം ആണ്, മംഗളകാര്യങ്ങളാണ്. വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം ഉറയ്ക്കുമെങ്കിലും അത് ചിലപ്പോൾ നടക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി അത് വേർപെട്ട് പോകാനൊരു സാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദാമ്പതികൾക്ക് പരസ്പരം സംശയം മൂലം കലഹങ്ങൾ ഉണ്ടാവുകയും കുടുംബം ചിലപ്പോൾ സെപ്പറേറ്റ് ആവാനുള്ളൊരു സാധ്യതയും കൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നേട്ടമുണ്ടാകും. അവർക്ക് സാമ്പത്തികപരമായി വലിയ ഉന്നതി ഉണ്ടാവും, സ്ഥാപനങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനും മറ്റുമുണ്ടാവും. പക്ഷേ അതോടൊപ്പം അവരുടെ സാമ്പത്തികപരമായ മാനേജ്മെൻറ്റ് മോശമായാൽ അല്ലെങ്കിൽ മോശമാവുകയും അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടാകാനൊരു സാധ്യത നമ്മൾ പറയുന്നുണ്ട്. അത് ഈ കുംഭരാശിയിലുള്ള ബിസിനസ്സുകാർ വളരെയധികം സൂക്ഷിച്ച് വേണം അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മോശപ്പെട്ട കാലമല്ല, അവർക്ക് നല്ലൊരു ഇതുണ്ടാകുന്നതാണ്. കുംഭരാശിയിലുള്ള കുട്ടികൾക്ക് നല്ല ഇതായിട്ടാണ് പറയേണ്ടത്. അസുഖം മൂലം രോഗപീഠ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് രോഗശാന്തി ലഭിക്കും. അവരുടെ അസുഖങ്ങൾക്കൊരു ശമനമുണ്ടാവുകയും അവർക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഈ ആഴ്ച കുംഭരാശിക്കാർക്ക്. കുംഭരാശിക്കാർ പൊതുവെ മനസ്സ് അധികം ടെൻഷനാക്കാതെ അല്ലെങ്കിൽ മനസ്സിലധികം സങ്കടം കൊടുക്കാതെ വളരെ ശാന്തമായി ആലോചിച്ച് പല തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് ഈശ്വര ഭജനം നടത്തേണ്ടതും കൂടിയാണ്. പൂരിട്ടാതിയുടെ അവസാന കാൽപാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നാണ് മീനരാശി. മീനരാശിക്കാർക്ക് ഈ ആഴ്ച മോശപ്പെട്ട സമയമായിട്ടാണ് പറയുന്നത്. ആദ്യകാലം മാസത്തിൻ്റെ ആദ്യ കാലങ്ങൾ നല്ലതായിരുന്നെങ്കിലും മധ്യത്തിന് ശേഷം കുറച്ച് മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള ആൾക്കാർ ആ ആഴ്ച എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെയധികം കെയർഫുൾ ആകേണ്ടതാണ്. ഇല്ലെങ്കിൽ തൻ്റെ തീരുമാനം തനിക്ക് തന്നെ ദോഷമായി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദമ്പതികളും സൂക്ഷിക്കണം. അവർക്കും കലഹത്തിനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വസ്തു ക്രയവിക്രയം നടത്തുന്ന ആൾക്കാർക്ക് നേട്ടമാണ് പറയുന്നത്. അവർക്ക് അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊരു സാധ്യത പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനം വിൽക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്ന് ലാഭം ഉണ്ടാകാനൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. പൂരിട്ടാതിയുടെ അവസാന പാദത്തിലുള്ള യുവജനങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. അവർക്ക് പ്രത്യേകിച്ച് ജോലിയുള്ള ആൾക്കാർ, അവർക്ക് ജോലി നഷ്ടപ്പെടാനൊരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ജോലി കിട്ടാനൊരു സാധ്യതയും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ മതി. പൊതുവെ മീനരാശിക്കാർ ഈ ആഴ്ച മനസ്സിന് ശാന്തി കിട്ടാനായിട്ടുള്ള കർമ്മങ്ങൾ കൂടുതൽ ചെയ്യണം. അതായത്
അവർക്ക് ഈശ്വരഭജനമാണെങ്കിൽ ഈശ്വരഭജനം, അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ആചാരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ മനസ്സിന് ശാന്തി നടത്തുക. ഇപ്പോൾ തീർത്ഥയാത്ര നടത്തുക, അങ്ങനെ മനസ്സിന് ശാന്തി നടത്തി മനസ്സിന് ബലം കൊടുക്കേണ്ടതാണ്. പൊതുവേ 3-ാം വാരം എല്ലാ നക്ഷത്ര ജാതകർക്കും ഗുണദോഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും മനസ്സിന് വളരെയധികം ശക്തിയോടെ ശാന്തതയോടെ ആലോചിച്ച് പല തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചാൽ പല ദോഷങ്ങളെയും നമുക്ക് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലൂടെയും ജപത്തിലൂടെയും സങ്കടങ്ങളെ ഓവർടേക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.